നിങ്ങളുടെ വീടിന് താഴെ ഒരു അസുരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ വീടിന് താഴെയും ഒരു അസുരൻ വസിക്കുന്നുണ്ട്. അവന്റെ പേരാണ് വാസ്തുപുരുഷൻ. ഈ വാസ്തുപുരുഷൻ മഹാദേവന്റെ വിയർപ്പിൽ നിന്നാണ് ജനിച്ചത്. ജനിച്ചയുടനെ അസുരൻ അതിശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടു. ഈ വിശപ്പ് ദിനംപ്രതി വർദ്ധിച്ചു വന്നപ്പോൾ തന്റെ വഴിയിൽ കാണുന്നതെല്ലാം അയാൾ വിഴുങ്ങാൻ തുടങ്ങി. അടങ്ങാത്ത വിശപ്പ് കാരണം അയാൾ വളരെ വലുതായി വളർന്നു. ഒടുവിൽ ലോകം മുഴുവൻ നാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സാഹചര്യം വഷളായി. ഈ സംഭവവികാസങ്ങളിൽ ഭയന്ന ബ്രഹ്മാവും മറ്റെല്ലാ ദേവന്മാരും അവനെ കീഴടക്കി ഭൂമിയിലേക്ക് അയച്ചു. എന്നിരുന്നാലും ഭൂമിയിൽ എത്തിയതിനു ശേഷവും അസുരന്റെ വിശപ്പ് അടങ്ങിയില്ല. അവനെ നിയന്ത്രിക്കാൻ ഓരോ ദേവന്മാരും അവന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് ഇരുന്നു. വേദന കൊണ്ട് പുളഞ്ഞുപോയ ആ അസുരൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. ഞാൻ എന്തു പാപം ചെയ്തു? നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയത് എന്തിനാണ്? ഞാൻ ഈ വിശപ്പോടെയാണ് ജനിച്ചത്. ഇതിൽ എന്റെ തെറ്റ് എന്താണ്? അവന്റെ അപേക്ഷ കേട്ടപ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സ് അലിഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഇതിൽ നിന്റെ ഒരു തെറ്റുമില്ല. ഇന്നു മുതൽ നീ വാസ്തുപുരുഷൻ എന്ന നാമത്തിൽ അറിയപ്പെടും. എല്ലാ ജീവജാലങ്ങളുടെയും വീടിന് കീഴിൽ നീ വസിക്കും. ഒരു പുതിയ വീട് പണിയുന്നതിനു മുമ്പ് വാസ്തു പൂജ നടത്താത്ത ഏതൊരാൾക്കും, അല്ലെങ്കിൽ ആ വീടിന്റെ വാസ്തുവിന്യാസം തെറ്റാണെങ്കിൽ, ആ വീടിന്റെ സമാധാനം, സമൃദ്ധി, വിജയം എന്നിവയെല്ലാം നിനക്ക് ഭക്ഷണമായി മാറുന്നതാണ്. ഇതിനാൽ ആണ് പുതിയ വീട് പണിയുന്ന എല്ലാവരും നിർമ്മാണ സമയത്ത് വാസ്തുതത്വങ്ങൾ പരിശോധിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൻ്റെ ഏക കാരണം. നിങ്ങൾ ആദ്യമായി ഇതിനെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.